Hi students, welcome back to Plus 2 Political Science tutorial, and this is Sabin Joseph. Today we are going to discuss about the ideas of development and planning. Plus 2 Political Science tutorialന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഐഡിയാസ് ഓഫ് ഡെവലപ്മെന്റ്, അതായത് വികസനത്തിന്റെ ആശയങ്ങളെക്കുറിച്ചും പ്ലാനിംഗ് അതായത് ആസൂത്രണത്തെക്കുറിച്ചുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. The ideas of development. Very often this contestation involves the very idea of development. The example of Orissa shows us that it is not enough to say that everyone wants development. അതായത് വികസനം എന്ന ആശയം പലപ്പോഴും വളരെയേറെ വിവാദങ്ങൾക്ക് വിഷയമാകാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു നിർത്തിയ ഒറീസയുടെ ഉദാഹരണത്തിൽ നിന്നും വികസനം എന്ന് പറയുന്നത് ഏതാനും ചിലർ അതിനെ നിലനിൽപ്പിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ മറ്റു ചിലർ അവരുടെ നിലനിൽപ്പിനെ അത് ദോഷകരമായി ബാധിച്ചാലോ എന്നോർത്ത് അതിനെ എതിർക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു സ്ഥലത്ത് ഒരു ഫാക്ടറി വരുന്നു എന്ന് പറയുമ്പോൾ ആ ഫാക്ടറി കൊണ്ടുവരുന്ന ആൾക്കാരും അവിടെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാരും അതിനെ അനുകൂലിക്കുമ്പോൾ ആ ഫാക്ടറി വരാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ അതിനെ അവരുടെ ജീവനും സ്വത്തിനും അപകടമാകും എന്ന ഒരു അഭിപ്രായം ഉന്നയിച്ചുകൊണ്ട് അതിനെ എതിർക്കുക സർവ്വസാധാരണമാണ്. ഫോർ ഡെവലപ്മെന്റ് ഹാസ് ഡിഫറെന്റ് മീനിങ്സ് ഫോർ ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് ദി പീപ്പിൾ. Development would mean different things. For example, to an industrialist who is planning to set up a steel plant, to an urban consumer of steel, and to the Adivasi who lives in the region. ഉദാഹരണമായി, ഒരു ഉരുക്ക് ഫാക്ടറി താമസിക്കുവാൻ പദ്ധതിയിടുന്ന വ്യവസായിക്കും നഗരവാസിയായ ഒരു ഉരുക്ക് വാങ്ങുന്ന അതിൻ്റെ ഒരു ഉപഭോക്താവിനും ഫാക്ടറി ഉയർത്തുന്ന സ്ഥലത്ത് ജീവിക്കുന്ന ഒരു ആദിവാസിക്കും വികസനം എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുള്ള സംഗതികളാണ്. ഇവിടെ വ്യവസായിക്കും ഉരുക്ക് വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഉപഭോക്താവിനും ഈ പ്ലാന്റ് വരുന്നത് കൊണ്ട് ലാഭവും നേട്ടവും ഉണ്ടാകുമ്പോൾ, ഇവിടെ ഈ പ്ലാന്റ് വരുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആദിവാസികൾക്ക് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന എങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് അത് അവരുടെ ജീവനെയും സ്വത്തിനെയും ബാധിക്കുമോ എന്ന ഭീതിയിൽ അവർക്ക് ഭയമാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മളിവിടെ ചിന്തിക്കുക, ഒരു വികസനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം വരുമ്പോൾ അതിന് ഒരു സൈഡിൽ നിന്നും കുറേ ആൾക്കാർക്ക് നേട്ടം ഉണ്ടാകുന്നു എന്ന സന്തോഷം വരുമ്പോൾ മറു സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഭയമാണ് ഉണ്ടാകുന്നത്. Thus, any discussion on development is bound to generate contradictions, conflicts and debates. അതായത് വികസനവുമായി ബന്ധപ്പെട്ട ഏതൊരു ചർച്ചയും പരസ്പര വിരുദ്ധങ്ങളായ അഭിപ്രായങ്ങളും ഏറ്റുമുട്ടലുകളും സംവാദങ്ങളും സൃഷ്ടിക്കുക തന്നെ ചെയ്യും. The first decade after independence witnessed a lot of debate around this question. It was common then, as it is even now, for people to refer to the West as the standard for measuring development. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പതിറ്റാണ്ടിൽ വികസനം എന്ന ആശയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിൽ വളരെയേറെ സംവാദങ്ങൾ ഉണ്ടായി. ഇന്നത്തെ പോലെ അന്നും വികസനത്തിന്റെ മാനദണ്ഡമായി ജനങ്ങൾ ഉറ്റുനോക്കിയിരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളെയാണ്. ഇവിടെ നമ്മൾ വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് വെസ്റ്റേൺ കൺട്രീസ്, അതായത് പാശ്ചാത്യ രാജ്യങ്ങളെയാണ്, യൂറോപ്യൻ കൺട്രീസിനെയാണ്. നമ്മളെപ്പോഴും വികസനം എന്ന് പറയുമ്പോൾ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് എന്തു ചെയ്യുന്നു എന്നതാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതാണ് വികസനം എന്നാണ് നമ്മൾ ഓരോരുത്തരും ധരിക്കുന്നത്. Development was about becoming more modern, and modern was about becoming more like the industrialized countries of the West. This is how common people as well as the experts thought. അതായത് വികസനം എന്ന് പറയുമ്പോൾ
കൂടുതൽ ആധുനികമാവുക. ആധുനികം എന്നാൽ കൂടുതൽ പാശ്ചാത്യ ലോകത്തെ വ്യവസായികവൽകൃത രാജ്യങ്ങളെ പോലെയാകുക എന്ന ധാരണയാണ് സാധാരണ ജനങ്ങളും വിദഗ്ധരും ഒക്കെ വെച്ച് പുലർത്തുന്നത്. ഇപ്പം നമ്മുടെ ഇടയിൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്ന, അല്ലെങ്കിൽ നവീനമായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്ന, ജീൻസ്, ടീഷർട്ട്, കൂളിംഗ് ഗ്ലാസ്, ഇങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ പറയും അവൻ അല്ലെങ്കിൽ അവൾ മോഡേൺ ആണ് എന്ന്. അതേ ആശയം തന്നെയാണ് ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയത്തിന്റെ കീഴിലേക്കും വരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡെവലപ്മെന്റിനെ അളക്കുന്നത്. ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് എവറി കൺട്രി വുഡ് ഗോ ത്രൂ ദി പ്രോസസ് ഓഫ് മോഡേണൈസേഷൻ as in the West, which involved the breakdown of traditional social structures and the rise of capitalism and liberalism. അതായത് പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ ഓരോ രാജ്യവും ആധുനികവൽക്കരണ പ്രക്രിയയിലൂടെ കടന്നു പോകണമെന്ന് വിശ്വസിക്കപ്പെട്ടു. ആധുനികവൽക്കരണം സംഭവിക്കണമെങ്കിൽ പരമ്പരാഗത സാമൂഹിക ഘടനകൾ തകരുകയും മുതലാളിത്തവും ഉദാരവാദവും ഉയർന്നു വരികയും വേണം. അതായത് വികസിത രാജ്യങ്ങളെ പോലെ, അതായത് വെസ്റ്റേൺ കൺട്രീസിനെ പോലെയുള്ള വികസനത്തിലേക്ക് നമുക്ക് വരണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പരമ്പരാഗതമായുള്ള ആ ഒരു സോഷ്യൽ പാറ്റേൺ, അതായത് ഒരു സാമൂഹിക വൽക്കരണമുണ്ട്. ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കുന്ന, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരുന്ന ഒരു സാമൂഹിക വൽക്കരണമുണ്ട്. അത് കുറയുകയും ക്യാപിറ്റലിസം, അതായത് മുതലാളിത്തം ഉയരുകയും ലിബറലിസം ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും. Modernization was also associated with the ideas of growth, material progress, and scientific rationality. This kind of idea of development allowed everyone to talk about different countries as developed, developing, and underdeveloped. അതായത് വളർച്ച, ഭൗതികമായ പുരോഗതി, ശാസ്ത്രീയമായ യുക്തിബോധം എന്നീ ആശയങ്ങളുമായിട്ടും ആധുനികവൽക്കരണം ബന്ധപ്പെട്ട് കിടന്നു. വികസനത്തെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് രാജ്യങ്ങളെ വികസിത രാജ്യങ്ങളെന്നും വികസ്വര രാജ്യങ്ങളെന്നും അവികസിത രാജ്യങ്ങളെന്നുമുള്ള വിശേഷണത്തിനും ആ രീതിയിലുള്ള ഒരു തരംതിരിവിനും ഒക്കെ കാരണമാക്കിയത്. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. വികസനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രാജ്യങ്ങളെ ഓൺ ദ ബേസിസ് ഓഫ് ഡെവലപ്മെൻറ്റ് ദ states can be considered can be classified into three. First one, developed countries, developing countries, and underdeveloped countries. അതായത് വികസിത രാജ്യങ്ങൾ, വികസിച്ച് കഴിഞ്ഞ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെയാണ് നമ്മൾ അവിടെ പെടുത്തുന്നത്. ദെൻ ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് വികസ്വര രാജ്യങ്ങൾ, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, ആ ഒരു മോഡേണൈസേഷൻ പ്രോസസ്സിൽ അല്ലെ ഡെവലപ്പിംഗ് പ്രോസസ്സിലൂടെ പോകുന്ന രാജ്യങ്ങളെയാണ് നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് വിളിക്കുന്നത്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ വികസനം എത്തിച്ചേരാത്ത രാജ്യങ്ങളെയാണ് നമ്മൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത്. വികസ്വര രാജ്യങ്ങൾക്ക് ഉദാഹരണം ഏഷ്യൻ രാജ്യങ്ങളും, അണ്ടർ ഡെവലപ്ഡ് അതായത് വികസനം ഒട്ടും എത്താത്ത രാജ്യങ്ങളുടെ ഉദാഹരണം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളുമാണ്. On the eve of independence, India had before it two models of modern development. ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം. സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഇന്ത്യയുടെ മുമ്പിൽ ആധുനിക വികസനത്തിന്റെ രണ്ട് മാതൃകകൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഈസ് ദ ലിബറൽ ക്യാപിറ്റലിസ്റ്റ് മോഡൽ ആസ് ഇൻ മച്ച് ഓഫ് യൂറോപ്പ് ആൻഡ് the US. Second one, the socialist model as in USSR. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഏത് രീതിയിലുള്ള വികസന നയമാണ് സ്വീകരിക്കേണ്ടത് എന്നതിന് രണ്ട് രീതിയിലുള്ള ഉദാഹരണങ്ങൾ, രണ്ട് രീതിയിലുള്ള മാതൃകകൾ ഇന്ത്യയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതിലൊന്നാമത്തേത് ലിബറൽ മുതലാളിത്ത മാതൃക, അതായത് ലിബറൽ ക്യാപിറ്റലിസ്റ്റ് മോഡൽ.
ആ ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന ലിബറൽ ക്യാപിറ്റലിസ്റ്റ് മോഡലും USSR ഉണ്ടായിരുന്ന, അതായത് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് മോഡലും, ഇങ്ങനെ ഈ രണ്ട് മോഡലുകളാണ് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ മുമ്പിൽ ഉള്ളത്. ഒന്നുകൂടി പറയുന്നു, ദ ലിബറൽ ക്യാപിറ്റലിസ്റ്റ് മോഡൽ, രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് മോഡൽ. ലിബറൽ ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഉണ്ടായിരുന്നത് അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെയാണ്. സോഷ്യലിസ്റ്റ് മോഡൽ ഉണ്ടായിരുന്നത് USSRൽ മാത്രമായിരുന്നു. There were many in India then who were deeply impressed by the Soviet model of development. These included not just the leaders of Communist Party of India, but also those of the Socialist Party and the leaders like Nehru within the Congress. There were very few supporters of American style capitalist development. അതായത് സോവിയറ്റ് വികസന മാതൃക ഇന്ത്യയിൽ ഒരുപാട് പേരെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു. സോഷ്യലിസ്റ്റ് മാതൃകയുടെ സ്വാധീന വലയത്തിൽപ്പെട്ടവരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആൾക്കാർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരും അതോടൊപ്പം നെഹ്റുവിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും ഈ USSRന്റെ സോഷ്യലിസ്റ്റ് മാതൃകയിൽ വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ രീതിയിലുള്ള മുതലാളിത്തത്തെയും പിന്തുണയ്ക്കുന്ന ചിലരും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. This reflected a broad consensus that had developed during the national movement. The nationalist leaders were clear that the economic concerns of the government of Free India would have to be differed from the narrowly defined commercial functions of colonial government. അതായത് വികസനത്തെക്കുറിച്ചുള്ള ഈ സമീപനങ്ങൾ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ അതിൻ്റെ ഒരു അഭിപ്രായ ഐക്യത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. വികസനത്തെ പറ്റിയുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ദേശീയ നേതാക്കന്മാർക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരിഗണനകൾ കൊളോണിയൽ ഗവൺമെൻറ്റിൻ്റെ സങ്കുചിതമായ വാണിജ്യ പ്രവർത്തനങ്ങൾ പോലെ, അതായത് ലാഭം മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ പോലെ ആയിരിക്കരുത് എന്ന് ദേശീയ നേതാക്കന്മാർ വ്യക്തമാക്കിയിരുന്നു. ഇറ്റ് വാസ് ക്ലിയർ മോറോവർ that the task of poverty alleviation and social and economic redistribution was being seen primarily as the responsibility of the government. അതായത് ഇന്ത്യയിലേക്ക് വരുന്ന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രഥമമായ പരിഗണന, ആദ്യത്തെ പരിഗണന എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമൂഹികവും സാമ്പത്തികവുമായ വിഭവങ്ങളുടെ പുനർവിതരണം എന്നിവയായിരിക്കണം എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. There were debates among them. For some, industrialization seemed to be the preferred path. For others, the development of agriculture and in particular alleviation of rural poverty was the priority. വികസനത്തെക്കുറിച്ച് ഈ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളിലൂടെ സംവാദങ്ങൾ നടത്തുകയുണ്ടായി. വ്യവസായവൽക്കരണത്തിന് മുഖ്യ പരിഗണന നൽകണമെന്ന് അവരിൽ ചിലർ അഭിപ്രായപ്പെട്ടു. എന്നാൽ മറ്റു ചിലരാകട്ടെ കാർഷിക വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമായിരുന്നു പരിഗണന നൽകിയത്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഏതൊക്കെ ഭാഗങ്ങളിലൂടെയാണ് ഇന്ത്യ ഒരു വികസനത്തിൻ്റെ പടിയിലേക്ക് കയറിയത് എന്നതിൻ്റെ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലാദ്യം വികസനം എന്ന ആശയത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് വികസനവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന രണ്ട് മോഡലുകളെക്കുറിച്ചും ആ മോഡലുകളിൽ ഏതായിരിക്കണം ഇന്ത്യയുടെ മോഡൽ എന്നതിനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട്, നമ്മുടെ നേതാക്കന്മാരുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നുമാണ് ഇതുവരെ നമ്മൾ കണ്ടു നിർത്തിയത്. സോ ദ പ്ലാനിങ്, അതായത് ആസൂത്രണം. ഡെസ്പൈറ്റ് ദ വേരിയസ് ഡിഫറൻസസ്, there was a consensus on one point that development could not be left to the private actors, that there was the need for the government to develop a design or plan for development.
വികസനത്തിന്റെ അർത്ഥം, മാതൃക, മുൻഗണന എന്നിവയെക്കുറിച്ച് ദേശീയ നേതാക്കന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും വികസനം സ്വകാര്യ ഏജൻസികൾക്ക് വിട്ടുകൊടുക്കരുത് എന്നും വികസനത്തിലുള്ള രൂപകൽപ്പനയും പദ്ധതിയും ഒരുക്കേണ്ടത് ഗവൺമെന്റ് ആണെന്നുമുള്ള കാര്യത്തിൽ ഈ നേതാക്കന്മാർക്കിടയിൽ അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നു. അതായത് ഏത് രീതിയിലുള്ള വികസനം തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് നേതാക്കന്മാർക്കിടയിൽ ചർച്ചകളും സംവാദങ്ങളും നടന്നപ്പോഴും വികസനങ്ങൾ എപ്പോഴും സ്വകാര്യ വ്യക്തികളിലൂടെയല്ല, മറിച്ച് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിലാണ് നടക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഇൻഫാക്ട് the idea of planning as a process of rebuilding economy earned a good deal of public support in the 1940s and 1950s all over the world. അതായത് സമ്പദ് വ്യവസ്ഥയെ പുനർനിർമ്മിക്കുന്ന ഒരു പ്രക്രിയ എന്ന നിലയിൽ ആസൂത്രണത്തിന് 1940കളിലും 1950കളിലും ലോകമെമ്പാടും വലിയ ജനപിന്തുണ ലഭിക്കുകയുണ്ടായി. ആസൂത്രണത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിച്ച ചില സംഭവ വികാസങ്ങളാണ് ഇതിന് കാരണമായത്. അതായത് 1950കളിലും 1940കളിലും സമ്പദ് വ്യവസ്ഥയെ പുനർനിർമ്മിക്കുക, അതായത് തകർന്നുപോയ സമ്പദ് വ്യവസ്ഥകളെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് നിർമ്മിച്ചു കൊണ്ടുവരിക എന്ന പ്രക്രിയയിൽ ആസൂത്രണം, അതായത് പ്ലാനിങ്ങിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയുണ്ടായി. ഈ പ്ലാനിങ്ങിന്റെ പ്രാധാന്യം ഉയർന്നു വരുന്നത് കാരണമായ ചില സംഭവവികാസങ്ങൾ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദ എക്സ്പീരിയൻസ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ ഇൻ യൂറോപ്പ്, the interwar reconstruction of Japan and Germany, and most of all, the spectacular economic growth against heavy odds in the Soviet Union in the 1930s and 1940s contributed to this consensus. അതായത് 1929 അമേരിക്കയിൽ ആരംഭിച്ച് യൂറോപ്പിലെ മുതലാളിത്ത രാജ്യങ്ങളെ പിടിച്ചുലച്ച സാമ്പത്തിക മാന്ദ്യം, അതായത് ഗ്രേറ്റ് ഡിപ്രഷൻ, ആസൂത്രണത്തിന്റെ ആവശ്യകതയെ എടുത്തു കാണിച്ചു. രണ്ടാമത്തേത്, രണ്ട് ലോകമഹായുദ്ധങ്ങൾക്കിടയിലുള്ള കാലഘട്ടത്തിൽ ജപ്പാനും ജർമ്മനിയും പുനർനിർമ്മിക്കപ്പെട്ടത് ആസൂത്രണത്തിന്റെ പ്രാധാന്യത്തെ വർദ്ധിപ്പിച്ചു. മൂന്നാമതായി, സോവിയറ്റ് യൂണിയൻ ആസൂത്രണത്തിലൂടെ അത്ഭുതപൂർവമായ സാമ്പത്തിക വളർച്ച നേടുകയും മാന്ദ്യത്തെ മറികടക്കുകയും ചെയ്തത് ആസൂത്രണത്തിന്റെ ജനപ്രീതി വർദ്ധിക്കുന്നതിന് കാരണമായി. അതായത് പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണത്തിലൂടെ സമ്പദ് വ്യവസ്ഥയെ കെട്ടിപ്പടുത്തെടുക്കുക എന്ന് പറയുന്ന ഒരു ആശയം ഉയർന്നു വരാനുണ്ടായ 3 കാരണങ്ങൾ, ലോകത്തിൽ സംഭവിച്ച 3 കാരണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്നാമത്തേത് സാമ്പത്തിക മാന്ദ്യം, അതായത് യൂറോപ്പിലെ മുതലാളിത്ത രാജ്യങ്ങളെ പിടിച്ചുലച്ച ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഇൻ യൂറോപ്പ്, അതായത് സാമ്പത്തിക മാന്ദ്യം. രണ്ടാമത്തേത്, 2 ലോകമഹായുദ്ധങ്ങൾക്കിടയിൽ ജപ്പാനും ജർമ്മനിയും പഴയ നിലയിലേക്ക്, അവർ സാമ്പത്തികമായിട്ടൊക്കെ തകർന്നു പോയിട്ടും അവർ ആ ഒരു പഴയ നിലയിലേക്ക് ഉയർന്നു വന്നത്. മൂന്നാമതായി, സോവിയറ്റ് യൂണിയന്റെ അത്ഭുതപരമായ അവരുടെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു വളർച്ച. ഇതെല്ലാം ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്ന ഒരു ചിന്ത വളർന്നു വരികയുണ്ടായി. Rather, a section of the big industrialists got together in 1944 and drafted a joint proposal for setting up a planned economy in the country. It was called the Bombay Plan. The Bombay Plan wanted the state to take major initiatives in industrial and other economic investments. Thus, from left to right, planning for development was the most obvious choice for the country after independence. ഏഷ്യയിലെ സാമ്പത്തിക ആസൂത്രണം ആരംഭിച്ച ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. രാജ്യം പുരോഗതി പ്രാപിക്കണമെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇടപെടണമെന്നും
ഇതിനായുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും ഇന്ത്യയിലെ നേതാക്കന്മാര് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ മനസ്സിലാക്കിയിരുന്നു. ആസൂത്രണത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ സർ എം വിശ്വേശ്വരയ്യാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ബുക്ക് ദ പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ, ഇന്ത്യക്ക് ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന തന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ വികസന ആസൂത്രണത്തിനുള്ള ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. 1944 ബോംബെയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കി അവതരിപ്പിച്ചതാണ് ബോംബെ പദ്ധതി, അതായത് ബോംബെ പ്ലാൻ. രാജ്യത്ത് ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ആ പദ്ധതിയിൽ ഉണ്ടായിരുന്നു. ആസൂത്രണം എന്ന ആശയത്തെ ശക്തമായി പിന്തുണച്ച ബോംബെ പ്ലാൻ, അതായത് ബോംബെ പദ്ധതി, വ്യാവസായിക സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് ഗവൺമെന്റ് മുൻകൈ എടുക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ സ്വകാര്യ നിക്ഷേപകർ ആസൂത്രിത ആശയങ്ങളോട് വിമുഖരാണെന്നും സർക്കാർ നിയന്ത്രണമല്ലാത്ത ഒരു സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥയാണ് അവർ ആഗ്രഹിക്കുന്നുവെന്നുള്ള ഒരു പൊതുധാരണ ബോംബെ പദ്ധതി തകിടം മറിച്ചു. അതായത് 1944 ഈ ബോംബെ പ്ലാൻ ഒരു കൂട്ടം വ്യവസായികൾ കൂടിച്ചേർന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി അവതരിപ്പിക്കുമ്പോൾ സ്വകാര്യ വ്യക്തികൾ, സ്വകാര്യ വ്യവസായികൾ എപ്പോഴും ഗവൺമെന്റ് നേതൃത്വത്തിലുള്ള വികസന പരിപാടികൾക്ക് എതിരാണ് എന്ന് പറയുന്ന ഒരു മുൻധാരണയാണ് അവർ തകർത്തത്. സാധാരണ രീതിയിൽ ഈ സ്വകാര്യ വ്യവസായികൾ ഒരിക്കലും ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഗവൺമെന്റ് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു കഴിയുമ്പോൾ ഈ സ്വകാര്യ വ്യവസായികൾക്ക് കിട്ടേണ്ട ലാഭത്തിൽ കുറവ് വരും. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. രാജ്യം എന്ന് പറയുന്ന ഒരു വലിയ കൺസേൺ മുമ്പിലേക്ക് വെച്ച് അവരൊരു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. Thus, the planning commission was not a sudden invention. In fact, it has a very interesting history. We commonly assume that private investors such as industrialists and big business entrepreneurs are averse to ideas of planning. They seek an open economy without any state control in the flow of capital. That was not what happened here. ആസൂത്രണം എന്ന ആശയവും അതുപോലെ തന്നെ ആസൂത്രണ കമ്മീഷൻ, അതായത് നമ്മൾ മുമ്പ് ഇതുവരെ പറഞ്ഞു നിർത്തിയ ആസൂത്രണ പരിപാടികൾക്കെല്ലാം നേതൃത്വം നൽകുവാനുള്ള ഒരു കമ്മീഷൻ, അതാണ് പ്ലാനിംഗ് കമ്മീഷൻ, അതായത് ആസൂത്രണ കമ്മീഷൻ. ഈ ആസൂത്രണ കമ്മീഷനും പെട്ടെന്നുണ്ടായ ഒരു കണ്ടുപിടുത്തം ആയിരുന്നില്ല. വികസന ആസൂത്രണം എന്ന ആശയം സ്വാതന്ത്ര്യ സമര കാലത്താണ് രൂപമെടുത്തത്. സ്വാതന്ത്ര്യ സമരം ഇടതുപക്ഷം മുതൽ വലതുപക്ഷം വരെയുള്ളവർ ഈ ആശയത്തെ അംഗീകരിക്കുകയും രാജ്യപുരോഗതിക്കുള്ള ഏറ്റവും ഉചിതമായ മാർഗമായി ഇതിനെ അവരെ നിർദ്ദേശിക്കുകയും ചെയ്തു. Soon after India became independent, the Planning Commission came into being. The Prime Minister was its chairperson. It became the most influential and central machinery for deciding what path and strategy India would adopt for its development. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമാണ് ആസൂത്രണ കമ്മീഷൻ, അതായത് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. കൃത്യമായി പറഞ്ഞാൽ 1950 മാർച്ച് 15 നിയമിതമായ ആസൂത്രണ കമ്മീഷൻ, അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയായിരുന്നു. എല്ലാ കാലത്തും ഈ ആസൂത്രണ കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ്. അത് ആ കാര്യം ആരും മറന്നു പോകരുത്. ഇന്ത്യയുടെ വികസനത്തിന് സ്വീകരിക്കേണ്ട പാതയും തന്ത്രവും തീരുമാനിക്കാനുള്ള ഒരു കേന്ദ്ര സംവിധാനമായി അത് മാതൃകയും ചെയ്തു. അതായത് ഇന്ത്യയെ വികസിതമായ ഒരു സമൂഹമാക്കി മാറ്റുന്നതിന് ഏത് രീതിയിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ആലോചനകളും നടപ്പാക്കലുകളും നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമായി ഈ ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ മാറുകയുണ്ടായി. സോ ദ പ്ലാനിംഗ് കമ്മീഷൻ നമ്മുടെ പാഠപുസ്തകത്തിൽ പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു
ഭാഗം നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. ആ ഭാഗമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത്. അതായത് 1950 മാർച്ച് 15-നാണ് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടതെന്ന് നമ്മൾ കണ്ടു. നിങ്ങൾ ആ ഡേറ്റ് കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്യണം. So, the Planning Commission was set up in March 1950 by a simple resolution of the Government of India. It has an advisory role and its recommendations become effective only when the Union Cabinet approved this. അതായത് ഈ പ്ലാനിംഗ് കമ്മീഷന് വ്യക്തമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാനുള്ള ഒരു അവകാശം മാത്രമേ അല്ലെങ്കിൽ അധികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ നിർദ്ദേശങ്ങൾ അവർ യൂണിയൻ ക്യാബിനറ്റിന്, അതായത് കേന്ദ്ര മന്ത്രിസഭയ്ക്ക് സമർപ്പിക്കുകയും കേന്ദ്രമന്ത്രിസഭ ഈ പ്ലാനിംഗ് കമ്മീഷൻ പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. The resolution which set up the commission defined the scope of its work in the following terms. The Constitution of India has guaranteed certain fundamental rights to the citizens of India and enacted certain directive principles of state policy, in particular that the state shall strive to promote the welfare of the people by securing and protecting a social order in which justice, social, economic and political shall direct its policy towards securing, among other things, that the citizens, men and women, equally have the right to an adequate means of livelihood. അതായത് അവനവൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള മാർഗങ്ങൾ തേടുവാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. That the ownership and control of the material resources of the community are so distributed as best to subserve the common good. അതായത് സമൂഹത്തിൻ്റെ വിഭവങ്ങൾ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടും. That the operation of the economic system does not result in the concentration of wealth and means of production to the common detriment. അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കണം. അതായത് 1950 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുമ്പോൾ അത് എന്തെല്ലാം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ഭരണഘടനയിലെ ഏതെല്ലാം കാര്യങ്ങളാണ് അത് ഉറപ്പുവരുത്തുന്നത് എന്നാണ് നമ്മളിവിടെ കണ്ടത്. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതി, അതായത് ഒരു റെക്കമെൻഡേഷൻസ് നൽകുന്നതിനുള്ള ഒരു ബോഡിയായിരുന്നു, അഡ്വൈസറി ബോഡിയായിരുന്നു. യൂണിയൻ മന്ത്രിസഭയുടെ അധികാരമുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ശുപാർശകൾ നിലവിൽ വരികയുണ്ടായിരുന്നു. അതായത് ആസൂത്രണ കമ്മീഷനങ്ങൾ ഒരു കാര്യം പഠിച്ച് അത് യൂണിയൻ ഗവൺമെൻറ്റിന് മുമ്പിൽ അവതരിപ്പിക്കുകയും അവരതിന് അനുവാദം കൊടുക്കുകയും ചെയ്യുകയായിരുന്നു നടന്നിരുന്നത്. ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളും പരിധികളും ചുമതലകളും താഴെ പറയുന്നവയാണ്. ഇനി അത് 2-3 കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി നമ്മൾ അതിലൂടെ പോകുന്നു. ഒന്നാമത്തേത്, മതിയായ ജീവിതമാർഗത്തിനുള്ള അവകാശം സ്ത്രീയും പുരുഷനും എന്ന ഭേദമില്ലാതെ എല്ലാ പൗരന്മാർക്കും അതിനുള്ള അവകാശമുണ്ട്. രണ്ടാമത്തേത്, രാജ്യത്തിലെ ഭൗതിക വിഭവങ്ങളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും പൊതു നന്മയ്ക്കായി ഉപയോഗിക്കപ്പെടുന്ന രീതി, ആ രീതിയിൽ വിതരണങ്ങൾ നടത്തപ്പെടണം. അതായത് രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും കുറച്ച് ആൾക്കാർക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല, അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. മൂന്നാമത്തേത്, സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനം സമ്പത്തിൻ്റെയോ ഉൽപാദന മാർഗങ്ങളുടെയോ കേന്ദ്രീകരണത്തിൽ കലാശിക്കരുത്. അതായത് നമ്മുടെ ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്, അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതെങ്കിലും കുറേ ആൾക്കാരുടെ കയ്യിലേക്ക് മാത്രം അവരുടെ പ്രവർത്തനങ്ങൾ ചുരുങ്ങിപ്പോകരുത്. അത് സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളെ കണ്ടറിയുന്ന രീതിയിൽ എല്ലാവരിലേക്കും എത്തുന്ന രീതിയിലേക്ക് അത് മാറണം. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ വികസന പദ്ധതികൾ തയ്യാറാക്കുക, പദ്ധതി നടത്തിപ്പിൻ്റെ പുരോഗതികളെ വിലയിരുത്തുക, അതിനാവശ്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുക എന്നിവയായിരുന്നു ആസൂത്രണ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ. സോ ദ ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ് ഓഫ്
പ്ലാനിംഗ് കമ്മീഷൻ ഫോർമുലേറ്റ് വേറിയസ് പോളിസീസ് ഫോർ ദി ഡെവലപ്മെന്റ്, അതായത് വികസനത്തിന് വേണ്ടി വ്യത്യസ്തങ്ങളായ പദ്ധതികൾ തയ്യാറാക്കുക. ദെൻ സെക്കൻഡ്ലി അനലൈസ് ദ വർക്കിംഗ് ഓഫ് ദി ഡെവലപ്മെന്റൽ പോളിസീസ്, അതായത് ഈ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുടെ നടത്തിപ്പ് എത്ര വരെ ആയി എന്നുള്ളതിനെ കുറിച്ച് ഒരു അനാലിസിസ്, ഒരു വിലയിരുത്തലുകൾ നടത്തുക. ദെൻ സജസ്റ്റ് ദ നെസസറി ചേഞ്ചസ്, ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുക. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു പ്ലാനിംഗ് കമ്മീഷന്റെ അവരുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇനി ഒരു കാര്യം കൂടെ, ഇന്ന് നിലവിൽ പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ ഇല്ല. ആ പ്ലാനിംഗ് കമ്മീഷന് പകരം നരേന്ദ്രമോദി ഗവൺമെന്റ് 2015 പ്ലാനിംഗ് കമ്മീഷനെ റീസ്ട്രക്ചർ ചെയ്ത് അതിനെ പുതിയ ഒരു സംവിധാനമാക്കി മാറ്റി, നീതി ആയോഗ് എന്ന പേര്. So the government of India replaced the planning commission with a new institution named Niti Aayog, means National Institution for Transforming India. It came into existence on 1st January 2015. അതായത് 2015 ജാനുവരി 1 പ്ലാനിംഗ് കമ്മീഷനെ കേന്ദ്ര ഗവൺമെന്റ് നീതി ആയോഗ്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന പേരിൽ, നീതി ആയോഗ് എന്ന പേരിൽ അതിനെ പുനർനിർമ്മാണം ചെയ്തു. ഈ നീതി ആയോഗിൻ്റെ ഉദ്ദേശങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ആ വെബ്സൈറ്റ് അഡ്രസ്സിൽ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സംവിധാനമായിരുന്നു. എന്നാൽ ഇന്ന് പ്ലാനിംഗ് കമ്മീഷൻ നിലവിലില്ല. പ്ലാനിംഗ് കമ്മീഷൻ്റെ സ്ഥാനത്ത് നീതി ആയോഗ് 2015 ജനുവരി 1 മുതൽ നീതി ആയോഗാണ് നിലവിലുള്ളത്. ഇവിടെ നമ്മളൊരു ചിത്രം കാണുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു അഡ്രസ്സിങ് ദ സ്റ്റാഫ് ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ, അതായത് പ്ലാനിംഗ് കമ്മീഷൻ്റെ സ്റ്റാഫ്, അതായത് അതിലെ ആസൂത്രണ കമ്മീഷൻ്റെ അതിലംഗങ്ങളായ ആൾക്കാരുമായി നെഹ്റു സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് നെഹ്റു അതിൻ്റെ ചെയർമാൻ, എക്സ് ഒഫീഷ്യോ ചെയർമാൻ, പ്രൈം മിനിസ്റ്റർ ആണ് അതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് നമ്മൾ കണ്ടു. ചെയർമാൻ അതിലെ അംഗങ്ങളോട് സംസാരിക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ച്, അതുമായി നമ്മൾ രൂപീകരിക്കേണ്ട കാഴ്ചപ്പാടുകളെക്കുറിച്ചെല്ലാം തൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരോട് പങ്കുവയ്ക്കുന്ന നെഹ്റുവിൻ്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിവിടെ 2 ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തേത് ഐഡിയാസ് ഓഫ് ഡെവലപ്മെൻറ്റ്, അതായത് വികസനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ. രണ്ടാമത്തേത് പ്ലാനിങ്. വികസനവുമായി ബന്ധപ്പെട്ട ആശയങ്ങളിൽ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പല ആൾക്കാർക്കും പല രീതിയിൽ അനുഭവപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന വികസന മാതൃകകൾ ഏതൊക്കെയാണ്, ആ മാതൃകയിൽ ഏതാണ് ഇന്ത്യ തിരഞ്ഞെടുത്തത്, അതിൻ്റെ കാരണം എന്തായിരുന്നു. അതിനുശേഷം നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് കണ്ടു. പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു, അല്ലെങ്കിൽ എന്താണ് പ്ലാനിങ് എന്ന് കണ്ടു. എന്തുകൊണ്ടാണ് ഈ പ്ലാനിങ്ങിന് ഇത്ര ഇമ്പോർട്ടൻസ് ലഭിച്ചതെന്ന് നമ്മൾ കണ്ടു. ഇന്ത്യയിലെ പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ കണ്ടു. ആ പ്ലാനിങ് എങ്ങനെ ആയിരിക്കണം, അതിന് കാരണമായി ഈ പ്ലാനിങ് എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് വന്ന ഒരു ബോംബെ പ്ലാനിനെ കുറിച്ച് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ കൃത്യരീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷനെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലുള്ളതായിരുന്നു എന്നതിനെക്കുറിച്ചും അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളെക്കുറിച്ചും നമ്മൾ കണ്ടു. അതിനുശേഷം അവസാനമായി നമ്മൾ പ്ലാനിംഗ് കമ്മീഷന് പകരം 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നീതി ആയോഗിനെ കുറിച്ച് നമ്മൾ കണ്ടു. അവസാനം പ്ലാനിംഗ് കമ്മീഷൻ്റെ ആൾക്കാരുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുന്ന നെഹ്റുവിൻ്റെ ചിത്രം കൂടി കണ്ട് നമ്മൾ ഇന്നത്തെ ഈ പാഠഭാഗം അവസാനിക്കുകയാണ്. പുതിയൊരു പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.